നമസ്കാരം. ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പി പവിത്രൻ എഴുതിയ ഡോക്ടർമാരുടെ രോഗം വേണ്ടത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എന്ന ലേഖനത്തെക്കുറിച്ചാണ് നാം ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്ത് മേമുണ്ടയിലാണ് പി പവിത്രൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ കൃതികൾ ആധുനികതയുടെ കുറ്റസമ്മതം, ആശാൻ കവിത, ആധുനികാനന്തര പാഠങ്ങൾ, എം.എൻ. വിജയൻ എന്ന കേരളീയ ചിന്തകൻ തുടങ്ങിയവയാണ്. PSC ചെയർമാൻ മുഖ്യമന്ത്രിക്ക് എഴുതിയ ഒരു റിപ്പോർട്ട് മുൻനിർത്തിയാണ് പി പവിത്രൻ ഡോക്ടർമാർക്ക് സൗന്ദര്യാത്മക വിദ്യാഭ്യാസം ആവശ്യമാണെന്ന് സമർത്ഥിക്കുന്നത്. അസിസ്റ്റന്റ് സർജന്മാരെ തെരഞ്ഞെടുക്കാനുള്ള അഭിമുഖം നടത്തിയപ്പോൾ പങ്കെടുത്തവർക്ക് സാമാന്യ വിജ്ഞാനം ഉണ്ടായിരുന്നില്ല. ആ പ്രശ്നം സമൂഹത്തിലെ മറ്റനവധി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഭൂതപ്രേത പിശാചുക്കളാണ് നമ്മുടെ അന്ധവിശ്വാസങ്ങളെ നയിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മെ ബാധിച്ചിരിക്കുന്നത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് പഠനമാണ്. അതിനോട് യാതൊരു താല്പര്യവുമില്ലാത്ത മക്കളെ നിർബന്ധിച്ച് ആ പഠന മേഖലകളിലേക്ക് തള്ളിവിടുകയാണ് മിക്ക രക്ഷിതാക്കളും. ഈ കോഴ്സുകളിൽ നിന്ന് പുറത്തു വരുന്നവർ സാധാരണ മലയാളിയേക്കാൾ സാമൂഹ്യ ബോധത്തിൽ വളരെ താഴെയാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഇംഗ്ലീഷ് മാധ്യമ വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തുവിടുന്നത് മാതൃഭാഷയിൽ എഴുതാനോ വായിക്കാനോ അറിയാത്ത ആളുകളെയാണ്. മലയാളത്തിൽ ഒരു പത്രമോ പുസ്തകമോ വായിക്കാൻ കഴിയാത്ത ബിരുദധാരിക്ക് എങ്ങനെ കേരളത്തിലെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകും? രോഗിയുടെ ഭാഷ ഡോക്ടർ അറിയുന്നില്ലെങ്കിൽ ചികിത്സ തെറ്റുമെന്ന് മാത്രമല്ല, അപകടവും വരും. ഓക്കാനം എന്ന വാക്കിന്റെ അർത്ഥമറിയാതെ വയറുവേദനയാണെന്ന് കരുതി മരുന്ന് എഴുതി കൊടുത്ത് അനേകം സ്ത്രീകളുടെ ഗർഭം അലസുന്നതിന് ഡോക്ടർ കാരണക്കാരനായ വിവരം ലേഖകൻ ഒരു പ്രസംഗത്തിലൂടെ അറിഞ്ഞ കാര്യവും വിവരിക്കുന്നുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസം തന്നെ മലയാളത്തിലാക്കണമെന്ന അഭിപ്രായക്കാരുമുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബിരുദ പഠനത്തിൽ നിന്ന് സാഹിത്യ പഠനം ഒഴിവാക്കിയതിനെ പി പവിത്രൻ വിമർശിക്കുന്നുണ്ട്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടും സർവകലാശാലയിലെ ബിരുദ കോഴ്സുകളിൽ സാഹിത്യം തിരിച്ചു വന്നിട്ടില്ല. ഒരു മലയാള സാഹിത്യ കൃതി പോലും വായിച്ചിട്ടില്ലാത്ത ഇംഗ്ലീഷ് മാധ്യമക്കാരന്റെ കുറവ് സാമാന്യ വിജ്ഞാനത്തിൻ്റെത് മാത്രമല്ല, സൗന്ദര്യബോധത്തിൻ്റെത് കൂടിയാണ്. സാഹിത്യബോധമുണ്ടാക്കാൻ സാഹിത്യം ഒരു കോഴ്സായി പഠിക്കണമോ എന്ന ചോദ്യം ഉന്നയിക്കുന്നവർക്ക് പി പവിത്രൻ മറുപടി നൽകുന്നുണ്ട്. നൂറുകണക്കിന് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ എഡിസൺ 6 മാസം തികച്ച് സ്കൂളിൽ പോയിട്ടില്ല എന്ന ഉദാഹരണം ചൂണ്ടിക്കാട്ടി സ്കൂളുകളിലോ കോളേജുകളിലോ ശാസ്ത്രമേ പഠിപ്പിക്കേണ്ടതില്ല എന്നാരും വാദിക്കാറില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സാഹിത്യത്തിനും കലയ്ക്കും വിദ്യാഭ്യാസത്തിലുള്ള പങ്കിനെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞിട്ടുള്ളത് ഫ്രെഡറിക് ഷില്ലറാണ്. സാഹിത്യവും കലയും സൗന്ദര്യാത്മക വിദ്യാഭ്യാസമാണ് നൽകുന്നത് എന്ന് ഷില്ലർ തൻ്റെ സൗന്ദര്യാത്മക വിദ്യാഭ്യാസത്തെപ്പറ്റി എന്ന കൃതിയിൽ പറയുന്നുണ്ട്. മനുഷ്യൻ ജീവിക്കുന്നത് ബുദ്ധി കൊണ്ട് മാത്രമല്ല, വികാരം കൊണ്ട് കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യാഭ്യാസം കിട്ടുന്ന വിദ്യാർത്ഥി വികാരം കൊണ്ട് പ്രാകൃതനാണെങ്കിൽ അവന് ശരിയായ വിദ്യാഭ്യാസം കിട്ടി എന്ന് പറയാനാകില്ല. ബൗദ്ധിക വിദ്യാഭ്യാസം വിവരശേഖരത്തെ മാത്രമാണ് അടിസ്ഥാനമാക്കുന്നതെങ്കിൽ സൗന്ദര്യാത്മക വിദ്യാഭ്യാസം വികാരമണ്ഡലത്തെയാണ് സംബോധന ചെയ്യുന്നത്. പ്രകൃതിയോടും സമൂഹത്തോടും എതിർലിംഗത്തോടുമുള്ള പെരുമാറ്റത്തെയും വികാരപരമായ ബന്ധത്തെയും നവീകരിക്കുകയാണ് സൗന്ദര്യാത്മക വിദ്യാഭ്യാസത്തിലൂടെ സംഭവിക്കുന്നത്. സ്ത്രീ പീഡനം കുറയ്ക്കാൻ ലൈംഗിക വിദ്യാഭ്യാസം നൽകിയാൽ മതിയെന്ന അഭിപ്രായം തെറ്റാണെന്ന് പറയുന്ന പി പവിത്രൻ കാമത്തെ പ്രേമമാക്കുന്ന സൗന്ദര്യാത്മകമായ വിദ്യാഭ്യാസമാണ് ഇണയോടുള്ള ബന്ധത്തെ നവീകരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. 10ാം തരം വരെയുള്ള മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസമല്ല, അത് കഴിഞ്ഞ് വികാര വളർച്ചയുടെ പ്രായത്തിൽ ലഭിക്കുന്ന വിദ്യാഭ്യാസമാണ് സ്ത്രീ പീഡകനായി തീരുമായിരുന്ന യുവാവിനെ പോലും പ്രേമവായ്പുള്ള കാമുകനാക്കി മാറ്റുന്നത്. ഇണയോടുള്ള ഏകപക്ഷീയമായ വികാരമാണ് കാമമെങ്കിൽ ഇണയുടെ ആഗ്രഹപാത്രമായി താൻ മാറിത്തീരണം എന്നുള്ള വികാരം കൂടിച്ചേരുമ്പോഴാണ് പ്രേമമാകുന്നത്. കോളേജ് ക്ലാസ്സുകളിലും സാഹിത്യം നിർബന്ധ പഠന വിഷയമാക്കണമെന്ന് പറയുന്നതും അതുകൊണ്ടാണ്. മതസംഘടനകളുടെയും ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെ അധികാരികൾ ചിന്തിക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കുറവ് പരിഹരിക്കാൻ ആത്മീയ വിദ്യാഭ്യാസം മതിയെന്നാണ്. പക്ഷേ മതപരമായ വിദ്യാഭ്യാസം സൗന്ദര്യാത്മക വിദ്യാഭ്യാസത്തിന്
പകരമാവുന്നില്ല. മോശയുടെ 10 പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തെക്കാൾ ഫലപ്രദം ക്രിസ്തു പറഞ്ഞു തരുന്ന കഥകളാണ്. മതവിദ്യാഭ്യാസത്തിൽ ഉൾച്ചേർന്ന മാനുഷിക മൂല്യങ്ങൾ സമകാലികമാവുകയാണ് സാഹിത്യ വിദ്യാഭ്യാസത്തിലൂടെ. സാഹിത്യത്തിൽ വാമൊഴി വരമൊഴി വ്യത്യാസമില്ലാതെ എല്ലാ സാഹിത്യ രൂപങ്ങളും കലാസൃഷ്ടികളും ആധുനിക മാധ്യമ സംസ്കാരവും മാനവിക ശാസ്ത്രങ്ങളും സൗന്ദര്യാത്മക വിദ്യാഭ്യാസമാണ്. ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ആരാധനാലയത്തിലേക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട്. അത് എല്ലാവർക്കും പൊതുവായി ഉള്ളതുമാണെന്നും KP കറുപ്പൻ പറഞ്ഞിട്ടുണ്ട്. സൗന്ദര്യാത്മക വിദ്യാഭ്യാസം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ ഉണ്ടായിരിക്കണമെന്ന് പറയുന്ന P പവിത്രൻ താരാശങ്കൻ ബാനർജിയുടെ ആരോഗ്യ നികേതനം എന്ന നോവൽ MBBSകാരെയും ഭൂമിയുടെ അവകാശികൾ എന്ന ബഷീറിന്റെ കഥ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെയും പഠിപ്പിക്കണമെന്ന് പറയുന്നു. പാശ്ചാത്യ നാടുകളിൽ ഈ തിരിച്ചറിവുണ്ടായതിന്റെ ഫലമായിട്ടാണ് വൈദ്യ മാനവിക ശാസ്ത്രം എന്ന പഠനശാഖ ഉണ്ടായത്. 60കളിൽ അമേരിക്കയിലും തുടർന്ന് യൂറോപ്പിൽ ആകെയും വൈദ്യ മാനവിക ശാസ്ത്ര കോഴ്സുകൾ അവിടുത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി. ന്യൂയോർക്ക് സർവകലാശാലയിൽ വൈദ്യശാസ്ത്ര പഠനത്തിൽ ഫെലിസ് ഔളും ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിൽ പിൻഡ റാഫേലും നിരവധി വർഷങ്ങൾ ഈ കോഴ്സ് നടത്തിയിട്ടുണ്ട്. വൈദ്യ ധാർമ്മികത, അതായത് മെഡിക്കൽ എത്തിക്സ്, വൈദ്യ മാനവിക ശാസ്ത്രം എന്ന വിശാല മേഖലയിലെ ഒരു ഘടകം മാത്രമാണെന്നും പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സൗന്ദര്യാത്മക വിദ്യാഭ്യാസം ഇല്ലാതെ എത്ര വലിയ ശാസ്ത്രീയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ലെന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ് ജനിതക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായ വാട്സൺ ക്രിക്ക് കണ്ടുപിടുത്തത്തിന് കാരണക്കാരനായ ജെയിംസ് വാട്സനെ ലബോറട്ടറിയിൽ നിന്ന് പുറത്താക്കിയ സംഭവം. വംശീയ വിരോധം പ്രചരിപ്പിച്ചതുകൊണ്ടാണ് അദ്ദേഹം ബഹിഷ്കൃതനായത്. DNA പ്രകാരം മനുഷ്യരെ വേർതിരിച്ച വാട്സന് മനുഷ്യരെ ഐക്യപ്പെടുത്തുന്ന വിശാലമായ സൗന്ദര്യബോധം ഉണ്ടായിരുന്നില്ല. ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും മാത്രമല്ല, വക്കീലന്മാർക്കും ന്യായാധിപന്മാർക്കും ഈ സൗന്ദര്യാത്മക വിദ്യാഭ്യാസം ആവശ്യമാണ്. സാഹിത്യത്തെയും സൗന്ദര്യ മേഖലയെയും മനസ്സിലാക്കാൻ കഴിയാത്തത് നീതിന്യായ മേഖലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സാഹിതീയ പാഠങ്ങളെ ചരിത്ര പാഠങ്ങളായി തെറ്റിദ്ധരിച്ചതാണ് ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റുന്നതിലെന്ന പോലെ അത് കുഴിച്ചു നോക്കി ചരിത്രാവശിഷ്ടം പരിശോധിക്കാനുള്ള വിധിയിലും വ്യക്തമായത്. രാമൻ ജനിച്ചത് വാൽമീകിയുടെ മനസ്സിലാണെന്ന് മനസ്സിലാക്കാൻ സൗന്ദര്യാത്മക വിദ്യാഭ്യാസം വേണമെന്ന് ലേഖകൻ പറയുന്നു.